الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله كما قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم: يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അവന് സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാൻ, ജീവിതത്തിലുടനീളം സുരക്ഷിതമായി നമ്മൾ തിരിച്ചു പോകേണ്ട യാത്രയാകുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഏറ്റവും കൂടുതലായി നമ്മൾ നിലനിർത്തിയും ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ഓരോരുത്തരും ആ യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങിയിട്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമവും എല്ലാം കൂടിച്ചേർന്നതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആണാകട്ടെ പെണ്ണാകട്ടെ, താൻ ജീവിക്കുന്ന സമൂഹത്തിൽ തൻ്റെതായ ബാധ്യതകളും കടമകളും വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ജീവിക്കണം എന്നതാണ് ദീൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇസ്ലാം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഏതെങ്കിലും വനവാസത്തിന് പോവുക, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് ജീവിക്കുക എന്നതല്ല ഇസ്ലാം. നേരെ മറിച്ച് സമൂഹവുമായി കൊണ്ട് നമ്മൾ കൂടിക്കലർന്ന് യുഹാലിത്തുന്നാസ്, ജനങ്ങളുമായി നമ്മൾ ഇടപഴകി ചേർന്ന്
എന്നാൽ ഇസ്ലാം ആകുന്ന ഈ ദീനിനെ ഏറ്റവും ഭംഗിയായും സുന്ദരമായിട്ടും അതിന്റെ കടമകൾ നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ സവിശേഷത അതാണ്. അതിന്റെ വിവിധ ഭാഗങ്ങളാണ് പലപ്പോഴും നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഖുതുബകളിലൂടെ കേൾക്കുന്നത്. ദീൻ എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, പ്രവാചക തിരുമേനിയുടെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. അല്ലാഹുവേ, ഈ ദീനിനെ നീ എനിക്ക് ഏറ്റവും ഇസ്ലാഹ് നിറഞ്ഞതാക്കി, ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ നന്മയുള്ളതാക്കി, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ, എൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ, എൻ്റെ അയൽപക്കക്കാരുടെ വിഷയത്തിൽ എന്ന് വേണ്ട ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രകൃതിയോടും എന്ന് നമ്മൾ പറയുന്ന ചരാചര വസ്തുക്കളോടും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കാൻ ഈ ദീൻ എന്നെ പ്രാപ്തമാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അല്ലദീ ഹുവ ഇസ്മത്തു അംരി എന്നാണ് പ്രവാചകൻ അതിനോട് ചേർത്ത് പറഞ്ഞത്. പാപസുരക്ഷിതമായ, തെറ്റുകൂടാതെ എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ കാര്യങ്ങളെ എങ്ങനെ എനിക്ക് നിർവഹിക്കാം എന്നാണ് ഇസ്ലാം അഥവാ ഈ ദീൻ എന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ദീനിനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സമൂഹത്തോടുള്ള ബാധ്യത നിർവഹിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റാൻ പ്രയാസമുണ്ടാകില്ല. പ്രവാചകനോടുള്ള അവിടുത്തെ ചര്യകൾ പിൻപറ്റുക എന്ന് പറയുന്ന നമ്മുടെ ബാധ്യത നിർവഹിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ നേതൃത്വമാകുന്നവരോട് നമ്മുടെ ബാധ്യത നിർവഹിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാകില്ല. നമ്മുടെ സഹോദരന്മാരാകുന്ന പൊതുജനങ്ങളാകുന്ന നമ്മുടെ സാഹോദര്യം നിലനിർത്താൻ നമുക്ക് പ്രയാസം ഉണ്ടാകില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ മുഴുവൻ ചരാചരങ്ങളോടും നമ്മൾ നിർവഹിക്കേണ്ട, നമ്മൾ നിറവേറ്റേണ്ട നമ്മുടെ കൃത്യമായ ബാധ്യത തെറ്റുകൂടാതെ നമുക്ക് നിർവഹിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ ദീൻ. അങ്ങനെയാണോ എനിക്കും നിങ്ങൾക്കും എന്നത് ഞാനും നിങ്ങളുമാണ് ആലോചിക്കേണ്ടത്. പാപങ്ങളില്ലാതെ, തെറ്റുകളില്ലാതെ, കുറ്റങ്ങളില്ലാതെ, മറ്റൊരാളുടെ അവകാശത്തെ ഞാൻ ഹനിക്കാതെ, മറ്റൊരാളുടെ അവകാശത്തെ ഞാൻ എടുക്കാതെ, മറ്റൊരാൾക്കുള്ള എൻ്റെ അവനോടുള്ള കടമകൾ ഞാൻ മറന്നു പോകാതെ, അങ്ങനെ എല്ലാ തലങ്ങളിലും ജീവിതത്തിൽ നമ്മൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ തുടങ്ങുന്ന ആ തലങ്ങളിൽ മുതൽ നമ്മുടെ സ്വബോധത്തിൽ നമ്മൾ കഴിയുന്ന ഇടങ്ങളിൽ വരെ തെറ്റുകൂടാതെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് നൽകിയതാണ് ഈ ദീൻ. അത് ഏറ്റവും നന്നായി നമ്മൾ സ്വീകരിക്കുക, ഏറ്റവും നന്നായി നമ്മൾ കൈകാര്യം ചെയ്യുക, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ആ ദീനിന്റെ നന്മകളെ നമ്മൾ ഉൾക്കൊള്ളുക. അതാണ് പ്രിയപ്പെട്ടവരെ ഈ ദീൻ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനമായ കാര്യം. ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ സൂചിപ്പിച്ചു, അമൽ സ്വാലിഹാത്തുകൾക്ക് മുന്നിൽ വേണ്ടത് ഹലാലും ത്വയ്യിബുമായത് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ശീലിക്കണം എന്നതാണ്, അല്ലെ? അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത്. ഹലാലും ത്വയ്യിബുമായത്, നിയമാനുസൃതം എനിക്ക് അനുവദനീയമായത് ഞാൻ സമ്പാദിക്കുന്നവനാകണം, എൻ്റെ റിസ്കിന് വേണ്ടി ഞാൻ തേടുന്നവനാകണം. ത്വയ്യിബ്, ഏറ്റവും വിശിഷ്ടമായ ഇസ്ലാം അനുവദിച്ച ആ നല്ല ഭക്ഷ്യവസ്തുക്കളെ മാത്രം ഞാൻ ഭക്ഷിക്കുന്നവനുമാകണം. എന്നിട്ടാണ് എനിക്ക് നന്മ ചെയ്യാനുള്ള ബാധ്യത. അങ്ങനെയുള്ളവരുടെ നന്മയാണ് നിശ്ചയം അല്ലാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിലേക്ക് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ നമ്മളിവിടെ പറയുന്ന ഈ വിഷയങ്ങൾ നമ്മൾ മാത്രമല്ല കേൾക്കുന്നത്. കുറച്ചൊക്കെ അത് ഇങ്ങനെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഖുതുബയുടെ പല തലങ്ങളിലൂടെ പോകുമ്പോൾ അത് കേൾക്കുന്ന ചില ആളുകൾ അവര് നമ്മളോട് ഉപദേശത്തോടു കൂടി പറയുന്ന ചില സംഗതികളുണ്ട്.
നിങ്ങൾ ഇന്ന് പറഞ്ഞ വിഷയത്തോട് ചേർത്ത് ഈ സമൂഹത്തിൽ പറയേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുന്നു. പലിശയുടെ ഏറ്റവും വലിയ പ്രയാസകരമായ, വളരെ തെറ്റിദ്ധാരണജനകമായ ഒരു ധാരണ ഈ ഉമ്മത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പലിശ ഹജ്ജത്തുൽ വദായിലാണ് അത് ഹറാമാക്കപ്പെടുന്നത്, വൻപാപങ്ങളിൽ ഒന്നായിട്ട് എണ്ണപ്പെടുന്നത് അല്ലെ. ഹജ്ജത്തുൽ വദായിൽ എന്റെ ഇളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശ, അങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം. ആ പലിശയുടെ ആയത്ത് ഓതിയിട്ട് എന്റെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നിങ്ങൾ കൊടുക്കാനുള്ള പലിശ ഇനി നിങ്ങൾ കൊടുക്കേണ്ടതില്ല, ഞാനിതാ അത് എന്റെ കാൽ ചുവട്ടിലേക്ക് ഇതാ അമർത്തി താഴ്ത്തിയിരിക്കുന്നു. റഊസുൽ അംവാൽ, മൂലധനം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറയുന്ന പ്രഖ്യാപനമാണ് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. പിന്നീട് ഒരുപിടി ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേ അറബിക്കടലിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ കെട്ടിത്താഴ്ത്തേണ്ടി വന്നാലും അതിൽ നിന്നൊരു അംശം പോലും നിങ്ങൾ എടുക്കരുത്. പലിശയുടെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് അത് സ്വന്തം മാതാവുമായിട്ട് വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന ഹദീസുകൾ. മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളാണ് തീർച്ചയായും അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് വാങ്ങിയത്. പലിശയുടെ ഇടപാടുകൾ നിലനിൽക്കെ പലിശ അത് ആ സമൂഹത്തിൽ ഹറാമാക്കപ്പെടുന്നതിന് മുമ്പ് വാങ്ങിയിട്ടുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ആ ശത്രുക്കളിൽ നിന്ന് കിട്ടേണ്ടതല്ലേ? ആ ശത്രുക്കൾ നമുക്കെതിരിലല്ലേ? ആ ശത്രുക്കൾ നമ്മളെ തീർച്ചയായും അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അത് നമുക്കെതിരായിട്ട് വരികയില്ലേ എന്നൊന്നും ചിന്തിക്കാതെ അതിന്റെ ഹറാമിയത്ത്, അതിന്റെ ഗൗരവം അതുപോലെ തന്നെ പഠിപ്പിച്ചിട്ട് അതിനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തന്റെ കാൽ ചുവട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതാണ് പ്രിയപ്പെട്ടവരെ പലിശ. എന്നാൽ പിൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത കാലത്ത് ഒരു 19ന്റെയും 20ന്റെയും ഒക്കെ നൂറ്റാണ്ടുകളിൽ ചില ഫത്വകൾ വളരെ അനിവാര്യമായ ചില ലോക വീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ചില ഫോബിയകളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ചില ഫത്വകൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? അത് പെട്രോളിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ആ ഫത്വ വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. ആ ഫത്വ വായിച്ചു നോക്കിയാൽ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക വിരുദ്ധമായ ഓറിയന്റലിസ്റ്റുകളെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി കൂലി എഴുത്തുകാരായിട്ടുള്ള ആളുകൾക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യം, ഖുർആനിനെ വിമർശിക്കുക എന്ന് പറയുന്ന ഏക പണി ചെയ്യുന്നവർക്ക് ഭീമമായ ഭൗതികമായ സാലറി നൽകിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ, അവർ സൗദി അറേബ്യയുമായിട്ട് എണ്ണ ഇടപാടുകളിൽ നടത്തുന്ന ആ വ്യവസ്ഥകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം വാങ്ങിയിരുന്നില്ല. ആ ഇൻട്രസ്റ്റ് വാങ്ങാതെയാണ് അവർ ആ പേയ്മെന്റ് വാങ്ങിക്കൊണ്ടിരുന്നത്. അത് എത്രത്തോളമാണ് പേയ്മെന്റിന്റെ ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ബഡ്ജറ്റിനോളം വരുന്ന ഭീമമായ തുകയാണ് അതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്ര ഭീമമായിരുന്നു. അപ്പോഴാണ് സൗദി അറേബ്യയിൽ ചില പണ്ഡിതന്മാർ ഈ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുകയും അത് ലോകത്താകമാനം പടർത്തുകയും ഇസ്ലാമിനെ ഭീതിവൽക്കരിക്കുകയും ചെയ്യുന്ന ഈ ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഖുർആൻ വിമർശകരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പ്രവാചക ഹത്യ നടത്തുന്ന ആളുകൾക്കുമൊക്കെ ഈ ഭീമമായ പലിശയുടെ ഈ സംഖ്യയാണ് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആ സംഖ്യ നമ്മൾ കൈപ്പറ്റുകയും അത് പൊതുവായ ആവശ്യങ്ങൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഈ ഉൾപ്രദേശങ്ങളിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിനോ, അതല്ലെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് വല്ല കളി ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിനോ, അതല്ലെങ്കിൽ വല്ല വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുന്നതിനോ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്കും കരങ്ങളിലേക്കും അങ്ങനെ ഇസ്ലാമിനെ തന്നെ തകർക്കാൻ ആ ഭീമമായ തുക ചിലവഴിച്ചുകൊണ്ട് അങ്ങനെ നൽകപ്പെടുകയും ചെയ്യുന്നതിന് അവരെ സാമ്പത്തികമായിട്ട് അത്തരമൊരു സഹായം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായ ഒരു ഫത്വയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുമൊക്കെ പലിശയെ ലാഘവവൽക്കരിക്കാനുള്ള ഒരു കാരണമായി കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഞാൻ നിങ്ങളൊക്കെ പലിശ എന്ന് പറയുന്നത് ചെറുതാണ്, അല്ലെങ്കിൽ അല്പം കൂടി ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാകും, ഓരോരുത്തരുടെ ഇടപാടനുസരിച്ച്. ഞാൻ ഗവൺമെന്റ് ജീവനക്കാരനായതുകൊണ്ട് എന്റെ ശമ്പളം വന്ന് വീഴുന്നത് ബാങ്കിലായതുകൊണ്ട് ആ ബാങ്കിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന ചെറിയ ഒരു തുക എന്റെയും ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിൽ കാണും. അതെടുത്തിട്ട് ഞാൻ പലിശ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കൊടുക്കുന്നു, ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു, ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മളിൽ ചിലര് ഒരു വർഷത്തെയോ അല്ലെങ്കിൽ 6 മാസത്തെയോ ഒക്കെ പലിശ ഒരു NRI അക്കൗണ്ടുകാരന് വന്ന് വീഴുന്നതാണെങ്കിൽ, മകൻ ഗൾഫിലോ അല്ലെങ്കിൽ അതുപോലെ വന്ന് വീഴുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഭീമമായ തുക ശമ്പളം വന്നോ അല്ലെങ്കിൽ PF ഒക്കെ എടുത്തിട്ട് അങ്ങനെ തന്നെ ബാങ്കിൽ നിക്ഷേപിക്കുന്നവരാണെങ്കിൽ, നമ്മളൊന്നും ബാങ്കിൽ നിക്ഷേപിക്കാറില്ല. പലിശരഹിത നിധി ബാങ്ക് അതിന്റെ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഉടനെയെടുത്ത് അതിനെ തീർച്ചയായും പലിശരഹിത നിധി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് എടുത്തെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയാം, അങ്ങനെയൊന്നും സംവിധാനമില്ലാത്ത പ്രദേശങ്ങളിലുള്ളവർ ആ സംഖ്യ നമ്മുടെ കൈകളിൽ വെക്കുന്നതിന്റെ സുരക്ഷിതത്വവും പ്രയാസവും ഉള്ളത് കൊണ്ട് അവിടെ കിടന്നിട്ട് കിട്ടുന്ന പലിശ, ഇതൊക്കെ നമ്മളിങ്ങനെ പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കാം. സഹായിക്കുന്നതിന് 100% തെറ്റാണ് എന്ന് പറയാൻ ലോക പണ്ഡിതന്മാരാകുന്ന ആളുകളുടെ ഫത്വകൾ നിലനിൽക്കെ ഞാൻ അത് പറയാൻ ആളല്ല. ഒരാൾ തന്നെ എടുക്കേണ്ടതില്ല എന്ന് പൂർണ്ണമായി തീരുമാനിച്ചാൽ അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പ്രവാചകൻ അങ്ങനെയാണല്ലോ അത് പഠിപ്പിച്ചത്. എന്നാൽ അത് ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ആളുകൾ ഇസ്ലാമിനെതിരെ തന്നെയാണ് അത് പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായ തെളിവുകളും കൃത്യമായ അറിവുകളും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ 100% അള്ളാഹുവിന്റെ ദീനായി മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാമിനെതിരിൽ എന്റെ ഇൻട്രസ്റ്റ് ഉപയോഗിക്കേണ്ടതില്ല. അതുകൊണ്ട് അത് അവിടെ നിന്ന് എടുത്ത് ഇൻട്രസ്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഒരു ആവശ്യത്തിനോ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നില്ല. പക്ഷെ എന്റെ പ്രശ്നം അതല്ല. എന്നോട് എന്റെ ചില സുഹൃത്തുക്കളും നമ്മൾ ഈ ഹുത്തുബകൾ കേൾക്കുന്ന ചില ആളുകൾ പറയുന്നത്, ഇങ്ങനെ കൊടുക്കുന്ന ആളുകളെ അതൊരു വലിയ കാര്യമായിട്ട് കാണുകയാണ്. അതിന് ഒരു രൂപയുടെ വിലയിലിട്ടോ, ഒരു കൂലിക്ക് പ്രതീക്ഷയില്ലട്ടോ. അത് കൊടുക്കുന്നു. ഞാൻ 6 മാസം കൂടുമ്പോ 15,000 രൂപ അത് ഞാൻ ഇൻട്രസ്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്ക് കൊടുത്താണ്, ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലട്ടോ. നമ്മൾ കൊടുക്കേണ്ടത് എന്താ? നമ്മൾ കൊടുക്കേണ്ടത് സദക്ക തന്നെയാണ്. നമ്മൾ കൊടുക്കേണ്ടത് സക്കാത്ത് തന്നെയാണ്. നമ്മളോട് പലിശ എടുത്തിട്ട് കൊടുത്താല് ആ പലിശ എടുത്ത് കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടും എന്ന് എവിടെയും പറഞ്ഞില്ല, ഒരു പണ്ഡിതന്മാരും പറഞ്ഞില്ല. ആ പലിശ കൊടുക്കുന്ന ആ സംഖ്യ ഇങ്ങനെ നമ്മൾ പെരുപ്പിച്ച് കാണിച്ചിട്ട് ആ നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കാതെ പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു സംവിധാനമാകേണ്ട ഒരു അനിവാര്യ ഘട്ടം വന്നപ്പോൾ, ഒരു ദറൂരിയത്തിന്റെ ഹാലി എന്നൊക്കെ പറയും, ഒരു നിർബന്ധിതാവസ്ഥ മുസ്ലിങ്ങൾക്ക് വന്നപ്പോൾ പിന്നെ അതവിടെ കൊടുക്കാമെന്ന ചർച്ചയിൽ വന്ന ഒരുപാട് ചർച്ചകളുമായി ഒരുപാട് നിർബന്ധമായ ഒരു അനിവാര്യമായ ഘട്ടത്തിൽ ഒരാൾ എടുത്തുപോയ ഒരു ലോൺ, ഒരു പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ എടുത്തുപോയ ഒരു വായ്പ, ആ വായ്പയിൽ അയാൾക്ക് വരുന്ന ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കാമോ? അതല്ല, പൊതു ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും, നാട്ടിലുള്ള മുഴുവൻ ജാതി മതജാതി വ്യത്യാസമില്ലാത്ത എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള വിഷയം. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ശരി, നമ്മൾ കൊടുക്കേണ്ട സദക്ക നമ്മൾ കൊടുക്കണ്ടേ? നമ്മൾ ചെലവഴിക്കേണ്ട, നമുക്ക് കൂലി എവിടെയാ കിട്ടുക? തീർച്ചയായും അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന നിർബന്ധമായ ദാനവും ഐച്ഛികമായ ദാനവും എന്ന് പറയുന്ന സക്കാത്ത് സ്വതക്കകളിലൂടെയല്ലേ നമുക്ക് പ്രതിഫലം കിട്ടുള്ളൂ. അത് വളരെ ലളിതമായി കാണുകയോ അല്ലെങ്കിൽ അത് വളരെ ഇതിന്റെ മറവിൽ നമ്മൾ അവിടെ പിശുക്ക് കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊടുത്ത പലിശയുടെ എമൗണ്ടിന്റെ വലിപ്പവും പറയണ്ട, ആ പലിശയുടെ എമൗണ്ട് നമ്മൾ 3 മാസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട്, 6 മാസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് പറയണ്ട. അത് നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ടി വന്നൊരു അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ. മറിച്ച് മറ്റേ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്, അല്ലെ? സക്കാത്തും സദക്കയും നമ്മളെ കടമയാണ്. ആ കടമ നമ്മൾ നിറവേറ്റാതെ നമ്മൾ ഒരിക്കലും അങ്ങനെ പോകരുത്. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ
ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ അവിടുന്ന് കൃത്യമായി പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ യഖൂലു യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മഹോന്നതനായ പ്രതാപവാനായ അല്ലാഹു തആല ഒരുവനോട് ചോദിക്കും. എന്താണ് ചോദിക്കുന്നത്? യബ്ന ആദം, അല്ലയോ ആദമിന്റെ സന്തതി, അല്ലയോ മനുഷ്യ. ഒരുവനോട് അല്ലാഹുവിന്റെ ചോദ്യമാണ്. തീർച്ചയായും എന്താ ചോദിക്കുന്നത്? മരിത്തു ഫലം തഅദുനി, ഞാൻ രോഗിയായല്ലോ, എന്നിട്ട് നീ എന്തേ എന്നെ സന്ദർശിച്ചില്ല? അല്ലാഹു ചോദിക്കുക, ഞാൻ രോഗിയായി കടന്നല്ലോ, നീ എന്തേ എന്നെ സന്ദർശിച്ചില്ല? അപ്പോൾ കാല, ആ അടിമയുടെ മറുപടി, യാ റബ്ബ് ലീമ തഅദു, എങ്ങനെ ഞാൻ നിന്നെ സന്ദർശിക്കാനാ? നീ പരമലോക കാരുണ്യവാനായ നാഥനല്ലേ, നിനക്കെങ്ങനെ രോഗം വരിക? നീ എങ്ങനെയാണ് രോഗിയായി കിടക്കുക? നിനക്കങ്ങനെ ഒരു രോഗം വന്നിട്ട് ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി, ഖാല അമാ അലിംത അന്ന അബ്ദി ഫുലാൻ, എന്റെ ഇന്ന അടിമ രോഗിയാണ് എന്ന് നീ അറിഞ്ഞില്ലേ? ഇന്ന അടിമ രോഗിയാണ്, മരുന്ന് വാങ്ങാൻ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, നീ അറിഞ്ഞില്ലേ? നിന്റെ അയൽവക്കക്കാരനായിരുന്നു, നിന്റെ അകന്ന കുടുംബക്കാരനായിരുന്നു, നീയുമായി നിന്റെ വീട്ടിൽ മുമ്പ് പണിക്ക് വന്നവനായിരുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള പലരും ഇന്ന അടിമ രോഗിയാണ് എന്ന് നീ അറിഞ്ഞില്ലേ? എന്നിട്ട് അള്ളാഹുവിന്റെ ചോദ്യം, മരുള, അവൻ രോഗിയായി കിടന്നല്ലോ, ഫലം തഅദുഹു, എന്നിട്ട് നിനക്ക് അവനൊന്ന് സന്ദർശിക്കാൻ പറ്റുമോ? നീ സന്ദർശിച്ചില്ല. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജദനി, തീർച്ചയായും ഇൻദഹു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ അരികിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു. അങ്ങനെ ആ രോഗിയെ നീ സന്ദർശിച്ചിരുന്നെങ്കിൽ ആ രോഗിയുടെ അരികിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നീ എന്റെ അടിമയ്ക്ക് രോഗം വന്നപ്പോൾ നീ പോയി ഒന്ന് സന്ദർശിച്ചിരുന്നുവെങ്കിൽ അത് ഇവിടെ കാണാമായിരുന്നു, ഈ ഖിയാമത്ത് നാളിൽ കാണാമായിരുന്നു, നീ പോയില്ല. വീണ്ടും അല്ലാഹുവിന്റെ ചോദ്യം, യബ്ന ആദം, അല്ലയോ മനുഷ്യപുത്ര, തീർച്ചയായും ഇസ്തംതഅതുക, നിന്നോട് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചു വന്നില്ലേ ഞാൻ? ഫലം തുത്ഇമനി, നീ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നില്ലല്ലോ. ഖാല, അപ്പൊ വീണ്ടും ആ അടിമ ചോദിക്കണേ, നിനക്കെങ്ങനെയാണ് പടച്ചവനെ വകൈഫാത്തുഅമുക, നിന്നെ ഞാൻ എങ്ങനെയാണ് ഭക്ഷിപ്പിക്കുക? തീർച്ചയായും വഅൻത റബ്ബുൽ ആലമീൻ, നീ ഈ പ്രപഞ്ചത്തിന്റെ നാഥനല്ലേ, നിനക്ക് വിശക്കൂലല്ലോ, നിനക്ക് ഭക്ഷണം തരാൻ എനിക്ക് കഴിയില്ലല്ലോ, എനിക്ക് വേണ്ട റിസ്ക്കും എനിക്ക് വേണ്ട വിഭവവും നൽകിയവൻ നീയല്ലേ, പിന്നെ എങ്ങനെയാണ് ഞാൻ നിനക്ക് ഭക്ഷണം നൽകുക എന്ന അടിമ ചോദിക്കുമ്പോൾ ഖാല, അല്ലാഹുവിന്റെ മറുപടി, അമാ അലിംത അന്നഹു ഇസ്തംതഅതുക അബ്ദി ഫുലാൻ, എന്റെ ഇന്ന അടിമ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിന്റെ അരികിൽ വന്നിട്ട് തീർച്ചയായും ഫലം തുത്ഇമുഹു, നീ അവനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ഊട്ടിയില്ല, അവനെ ഭക്ഷിപ്പിച്ചില്ല. തീർച്ചയായും നീ അങ്ങനെ അമാ അലിംത അന്നക ലൗ അത്അംതഹു ലൗ ലവജദത് ദാലിക ഇൻദി, അങ്ങനെ നീ കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നിനക്ക് എന്റെ അരികിൽ കാണാമായിരുന്നു. നമ്മൾ ആലോചിച്ചു, ഇവിടെ പുറത്ത് നമ്മളാകെ ഈ പള്ളിയുമായി, ഞാൻ ഇടക്ക് പറയാറുണ്ട്, ഈ പള്ളിയുമായി ആകെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും സദഖയുണ്ടെങ്കിൽ അത് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വരുന്ന സാധുക്കളായിട്ടുള്ള ആളുകളുടെ മരുന്നിനാണ്. വേറെ ബാക്കിയുള്ള പള്ളികൾ കൊണ്ട് നടക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര പൈസയാണ് ആ പള്ളികളിൽ ഓരോ ആഴ്ചയും ഓരോ വെള്ളിയാഴ്ചയും, അല്ലെങ്കിൽ വൻസംഖ്യയായിട്ട് വെള്ളിയാഴ്ചകളിൽ വരുന്നവരെയായിട്ട് ഒക്കെ വാങ്ങിയിട്ടാണ് പള്ളികൾ നടത്തുന്നത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അങ്ങനെ ഒരു പ്രയാസം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് സാധുക്കളായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഈ രോഗികൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ്. നമ്മൾ എത്ര നിസ്സംഗമായിട്ടാണ് അതിനെ നോക്കിക്കാണുന്നത്, എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ അതിന്റെ മുമ്പിലൂടെ നമ്മളെ പോക്കറ്റിൽ 10, 20, 30, 50 രൂപയുണ്ടോ എന്ന് പോലും നോക്കാതെ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോകുന്നത്. കൊടുത്താൽ കാണുന്നല്ല പറഞ്ഞത്, എന്റെ ഇന്ന അടിമ പ്രയാസത്തോടു കൂടി രോഗിയായിട്ട് ഉണ്ടായിരുന്നല്ലോ, നിനക്കൊന്ന് സന്ദർശിച്ചുകൂടായിരുന്നോ? നമ്മൾ പറയുന്നത് നമ്മളെ 15,000 രൂപ നമ്മൾ 6 മാസം കൂടിയപ്പോ പലിശ എടുത്ത് കൊടുക്കുന്നത്.
അല്ല, ഇതല്ല നമ്മൾ പറഞ്ഞോണ്ടിരിക്കണേ. അത് എടുത്തു കൊടുക്കാത്തവരുണ്ട് കേട്ടോ. അത് പിന്നെ പലിശയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അതും വാരി തിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ പിന്നെ അവരെ വിശ്വാസി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ നാളത്തെ ഖിയാമത്ത് നാളിന്റെ അവസ്ഥ അത് അല്ലാഹു തആല തീരുമാനിക്കേണ്ട വിഷയമാണ്. അത്ര ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണല്ലോ പലിശ. അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് എന്നെപ്പോലെയുള്ള ആളുകൾ, നമ്മളെപ്പോലെയുള്ള ആളുകൾ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന, എന്റെ മുന്നിലിരിക്കുന്ന അള്ളാഹുവിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള 7 വൻപാപങ്ങളിൽ ഒരു വൻപാപമാണ് എന്ന് പഠിപ്പിച്ച പലിശ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് നമ്മൾ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുന്നു എന്ന് പറയുന്ന നമ്മളെ പോലെയുള്ള ആളുകളെ അത് കൊടുത്തതിന്റെ പേരിൽ നമ്മുടെ സദക്ക കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് അറിയാം. അതൊരിക്കലും കുറയരുത് കേട്ടോ. അതൊരിക്കലും കുറയരുത്. അത് കുറഞ്ഞാൽ അത് നമ്മുടെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ അരികിൽ ബാക്കിയാകുന്ന അവന്റെ അരികിലേക്ക് ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന സംഗതിയുടെ കുറവാണ് ആ കുറവ്. ആ കുറവിന് അത് ആര് കൊടുക്കണം? എല്ലാവരും കൊടുക്കണമല്ലോ അല്ലെ? സദക്ക ആര് കൊടുക്കണം? സദക്ക എല്ലാവരും കൊടുക്കണം. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാ. അത് എല്ലാവരും കൊടുക്കണം. നമ്മളൊരു കാലിച്ചായ കുടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരന്മാരുമായിട്ട് നമ്മൾ വൈകുന്നേരം ഒരു മഗ്‌രിബിന് ശേഷം നമ്മളൊരു ചായ കുടിക്കുമ്പോൾ പൈസ നമ്മൾ പറഞ്ഞ് മാറി മാറി കൊടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക എല്ലാവരും കൊടുക്കണം. സക്കാത്തിനല്ലേ നിസാബ് വേണ്ടത്. സക്കാത്തിനാണല്ലോ ഓഹരിയും, സക്കാത്തിനാണല്ലോ അളവും, സക്കാത്തിനാണല്ലോ അതൊരു വർഷം നിൽക്കുക എന്ന് പറയുന്ന ഹൗലും ഒക്കെ ഉണ്ടാകേണ്ടത്. ആ സക്കാത്ത് കൊടുക്കാനുള്ള ബാധ്യതയില്ലാത്തവരും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നൽകേണ്ടതും കൊടുക്കേണ്ടതും നൽകിക്കൊണ്ടിരിക്കേണ്ടതുമാണ് സദക്ക. ആ സദക്ക നീ കൊടുത്താൽ അള്ളാഹുവിന്റെ അരികിൽ നിനക്കത് കാണാൻ കഴിയും. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഞാൻ വരുന്നത് തീരദേശത്താണ്, നിങ്ങൾ തീരദേശത്തേക്ക് വരാം, കടലിന്റെ അവസ്ഥ കാണണമെങ്കിൽ എത്രയോ ഒരു വള്ളവും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്ന ആ കടലിന്റെ മക്കള്, ആ കടലിന്റെ തീരത്ത് താമസിക്കുന്നവര്, അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഞാൻ ആരെ കുറ്റപ്പെടുത്തല്ല. നമ്മുടെ സമൂഹം, ആ സമൂഹത്തിന്റെ പ്രത്യേകത, നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അത് പരസ്പരം പരസ്പരം കെട്ടുറപ്പോടുകൂടി നിൽക്കുന്നവരായിരിക്കും. മറ്റൊരുവന്റെ പ്രശ്നം, മറ്റൊരുവന്റെ പ്രയാസം, മറ്റൊരുവന്റെ കഷ്ടപ്പാട്, മറ്റൊരുവന്റെ ബുദ്ധിമുട്ട് അത് നമ്മുടെ പ്രയാസവും നമ്മുടെ വേദനയുമായി മാറണം. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കൊരാഴ്ച നമുക്ക് കളക്ഷൻ എടുക്കാലോ, നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന എടുക്കാം. അതുകൊണ്ട് അവരുടെ വീട്ടിൽ അരി മേടിച്ചു കൊടുക്കുക. അവരുടെ വീട്ടിൽ തീർച്ചയായിട്ടും പട്ടിണിയില്ലാതെ ഉപ്പിട്ട് കോരി കുടിക്കാൻ പറ്റുന്ന നമുക്ക് ഒരു 5 കിലോ അരിയെങ്കിലും കൊണ്ടുപോയി കൊടുക്കാമല്ലോ എന്ന് ആലോചിക്കേണ്ട മഴക്കാല കെടുതികളുള്ള പ്രദേശത്ത് നിന്ന് വരുന്നവർ എന്റെ മുന്നിലുണ്ടാക്കും. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ ഉൾപ്പെടെയാണ്ട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ നമ്മൾ ചെല്ലണ്ടേ? ഖുർആൻ ചോദിച്ചതില്ലേ, ഫലക്ക് തഹമൽ അഖബ, എന്താണ് നിങ്ങൾ ഈ ചുരം താണ്ടിക്കടക്കാൻ വേണ്ടി പരിശ്രമിക്കാത്തത്, തയ്യാറാകാത്തത്? ഈ മലമ്പാത വളരെ പ്രയാസപ്പെട്ട്, വളരെ ആയാസപ്പെട്ട് മാത്രം നിങ്ങൾക്ക് പോകാവുന്ന ഈ ചുരം എന്ത് നിങ്ങൾ താണ്ടിക്കടക്കാത്തത്? വമാ അദ്റാക മൽ അഖബ, ഈ ചുരം എന്താണ് എന്ന് മനസ്സിലായില്ല? ഫക്കു റഖബ ഔ ഇത്ആമു ഫീ യൗമിൻ സീ മസ്അബ യതീമൻ സാ മക്റബ ഔ മിസ്കീനൻ സാ മത്രബ. ഖുർആൻ 4 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ അടിമകളുണ്ടോ? അവരെ മോചിപ്പിക്കണം. അതാണ് ആ ചുരപ്പാത. ജയ് വിളിക്കാനും, ബോലോ തക്ബീർ വിളിക്കാനും, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിക്കാനും, ജിഹാദിന് ചാടി ഇറങ്ങാനും, അടിക്കണം, തകർക്കണം, പിടിക്കണം എന്ന് പറയുന്നതിനെ അല്ല ഖുർആൻ അഖബ എന്ന് പറഞ്ഞത്. അല്ല, മറിച്ച് മാനുഷികമായ, മാനവികമായ ഈ ചേർത്ത് പിടിക്കലെയാണ് ഖുർആൻ മലമ്പാത താണ്ടിക്കടക്കുന്നതിനോട് ഉപമിച്ചത്. അല്പം പ്രയാസത്തോടു കൂടി നിന്റെ കറിയിൽ ഒരു പക്ഷെ ഒരു കറി കുറയ്ക്കേണ്ടി വരും. നിന്റെ ഭക്ഷണത്തിന്റെ ആഗ്രഹത്തിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം നീ ചിലപ്പോൾ വെട്ടിച്ചുരുക്കേണ്ടി വരും. എന്നിട്ട് നിനക്ക് ഈ മലമ്പാത താണ്ടി കടക്കാൻ കഴിയണം. നിന്റെ കൂട്ടത്തിൽ ആ അടിമകളുണ്ടോ? അവരെ മോചിപ്പിക്കണം. അല്ലെങ്കിലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന മിസ്കീൻ നിന്റെ കൂടെയുണ്ടോ? അവന് ഒരു നേരത്തെ ഭക്ഷണത്തെ കുറിച്ച് നീ ആലോചിക്കണം. നിന്റെ കുടുംബത്തിൽപ്പെട്ട യതീമുണ്ടോ, അനാഥയുണ്ടോ? അവനെയും നീ ആലോചിക്കണം. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ
അതാണ് തുറാബിൽ ഇറങ്ങി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അഗതികളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകളുണ്ടോ, അവരെ കുറിച്ച് നീ ആലോചിക്കണം. ഇതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ പരസ്പരമുള്ള നൂലിഴ കൊണ്ട്, പൊന്നൂലിഴ കൊണ്ട് നമുക്ക് പരസ്പരം ഒന്നായി നിൽക്കാൻ കഴിയുന്നതിന്റെ പേരാണ് ഇസ്ലാമിന്റെ സുന്ദരമായ മാനവികത എന്ന് പറയുന്നത്, ആ ഇൻസാനിയത്ത് എന്ന് പറയുന്നത്, മനുഷ്യത്വം. അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ അല്ലാതെ ഹറാമായിട്ടുള്ള ഒരു സംഗതി, അനിവാര്യമായ ഒരു ഘടകവും അനിവാര്യമായ ഒരു സാഹചര്യവും വന്നപ്പോൾ നമ്മൾ എടുത്തു കൊടുത്തിട്ട് അതിന് നാളെ പാരത്രിക ലോകത്ത് കൂലി കിട്ടും, പ്രതിഫലം കിട്ടും എന്ന് വിചാരിച്ചിട്ട് അതൊരു മഹത്വവൽക്കരിച്ച് പറയുന്ന ഒരു വിഷയമൊന്നും വേണ്ട. മഹത്വം അല്ലാഹു തആല പഠിപ്പിച്ച അവന്റെ ദീനിൽ അവന്റെ അരികിൽ പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങൾക്കാണ് മഹത്വമുള്ളത്. ആ പ്രവർത്തനങ്ങളെ മറന്നു പോകാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കരുത്. സർവശക്തനായ നാഥൻ കാര്യങ്ങളെ അതിന്റെ ശരിയാവണ്ണം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات اتقوا الله عباد الله വസീകും അവ്വലൻ ബിനഫ്സി ബിതഖ്വല്ലാഹ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തീർക്കുവാനാണ്, അവരെ സമർപ്പിച്ചുകൊണ്ട് അവന്റെ തർളിയത്തിൽ, അവന്റെ തൃപ്തിയിലാക്കി തീർക്കുവാനാണോ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്, അതുപോലെ ജീവിച്ച് മുന്നേറാനുള്ള തൗഫീഖ് നമ്മൾ ഓരോരുത്തരും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഞാൻ ഓതിവെച്ച ആയത്ത് അത് മുഹാജിറുകളും അൻസ്വാറുകളുമായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്ന സൂറത്തുൽ ഹശർ 59-ാമത്തെ അധ്യായം. അതിൽ അൻസ്വാറുകളായിട്ടുള്ള ആളുകളുടെ സവിശേഷത പറഞ്ഞതാണ്. മുഹാജിറുകൾ വരുന്നതിന് മുമ്പേ അവർ ഈമാനിനെയും ഒരുക്കി വെച്ചു. ഞങ്ങളുടെ സഹോദരന്മാരാകുന്ന മുഹാജിറുകൾ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഇടം വേണമല്ലോ, അതിനുവേണ്ടി അവരുടെ വീടും അവർ ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയണേ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് പലായനം ചെയ്തു വന്നവരെ അവർ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അഥവാ മുഹാജിറുകളെ അവർക്ക് ഒരു ഭാരമായിട്ടല്ല, ഒരു പ്രയാസമായിട്ടല്ല, വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോയല്ലോ എന്നല്ല, മറിച്ച് ഞങ്ങളിലേക്ക് വന്ന മുഹാജിറുകൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. മക്കയിൽ അവർക്കുണ്ടായ പ്രയാസങ്ങളും അവർക്കുണ്ടായ പീഡനങ്ങളും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ അടുത്ത് അനുഭവിക്കരുത്. ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി അവർ സ്വീകരിച്ചു. അല്ലാഹു പറയണേ, അവരിലേക്ക് വന്ന മുഹാജിറുകളെ അവർക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ്ജ മിമ്മാ ഊതു. അല്ലാഹു അൻസ്വാറുകളാകുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ ഒന്നും അവർ ഹൃദയത്തിൽ കണ്ടതേയില്ല. ഹൃദയത്തിൽ അവർ ആ അനുഗ്രഹങ്ങൾ, അല്ലാഹു കൊടുത്തിട്ടുള്ള ആ അനുഗ്രഹങ്ങളെ ഒന്നും അവർ കണ്ടതേയില്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസത്തുൻ. തങ്ങളുടെ സഹോദരന്മാരാകുന്ന മുഹാജിറുകളെക്കാൾ തങ്ങളുടെ അടിയന്തര ആവശ്യമായിട്ട് അവർ കണ്ടില്ല. തങ്ങളുടെ മുഹാജിറുകളായിട്ടുള്ള തങ്ങളുടെ സഹോദരന്മാരെക്കാൾ ഞങ്ങൾക്ക് ദാരിദ്ര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നവർ കണ്ടതേയില്ല. പ്രശ്നം പരിഹരിക്കപ്പെട്ടത് അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ 5 അക്കവും 6 അക്കവും ശമ്പളം കിട്ടിയിട്ട് പരിഹരിക്കപ്പെട്ട പ്രശ്നമല്ല. അല്ലെങ്കിൽ മോൻ ഗൾഫിൽ പോയിട്ടും അല്ലെങ്കിൽ ജർമ്മനിയിൽ പോയിട്ടും പരിഹരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പ്രശ്നമല്ല. മറിച്ച് അവരവർക്കുള്ളത് അള്ളാഹു നൽകിയത്, ആ നൽകിയത് തങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തെക്കാൾ
അതാണ് ഹസ്വാസ. തങ്ങളുടെ അടിയന്തര ആവശ്യത്തെക്കാൾ തങ്ങളുടെ സഹോദരന്മാർക്ക് മുൻഗണന കൊടുക്കാൻ അവർ സന്നദ്ധമായി. ഇതാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ മാനസികമായ തലം. എന്റെ ഒരു പ്രശ്നത്തെക്കാൾ, എന്റെ ഒരു ആവശ്യത്തെക്കാൾ, എന്റെ ഒരു ദാരിദ്ര്യത്തെക്കാൾ, എന്റെ ഒരു അടിയന്തര പേഴ്സണൽ പ്രശ്നത്തെക്കാൾ എന്റെ സഹോദരന്റെ പ്രശ്നമാണ് ഇപ്പോൾ വലുത്. ഈ മഴക്കാലത്ത് നമ്മുടെ സഹോദരന്മാരുടെ പലരുടെയും പ്രശ്നങ്ങളാണ് വലുത്. ആഡിസയിൽ നടക്കുന്ന ഒരുപാട് ടെക്സ്റ്റൈലുണ്ട്, ആഡിസയിൽ നടക്കുന്ന ഒരുപാട് മാളുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊന്നുമല്ല അടിയന്തരമായ പ്രശ്നം. അടിയന്തരമായ പ്രശ്നം എന്റെ സഹോദരന്മാര് അവര് തീർച്ചയായും മാസങ്ങളോളം പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കടലോര പ്രദേശങ്ങളിലുണ്ട്, അല്ലെങ്കിൽ എന്റെ ചുറ്റുവട്ടത്തുണ്ട്, അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്ത് രോഗിയായി കിടക്കുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിലാണ് ഇപ്പൊ ഏറ്റവും അടിയന്തരമായ പ്രശ്നമുള്ളത്. അങ്ങനെ സ്വന്തം പ്രശ്നത്തെക്കാൾ നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ വലുതായി കാണുന്ന ഒരു കൂട്ടരായിരുന്നു അൻസ്വാറുകളായിട്ടുള്ള ആളുകൾ. അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വമൻ യൂഖ ശുഹ നഫ്സിഹി, ആരുടെ മനസ്സിൽ നിന്ന് പിശുക്ക് എടുത്തു മാറ്റപ്പെടുന്നുവോ. പ്രശ്നമാണ്, കയറി വരുമ്പോ നമുക്ക് 10 രൂപയോ 20 രൂപയോ ആ ബക്കറ്റിലേക്ക് ഇടാൻ ഇല്ലാഞ്ഞിട്ടല്ല. നമ്മൾ ഇവിടെ വരുന്നവർ ആരെങ്കിലും 20, 30 അല്ലെങ്കിൽ 50 രൂപ ഇട്ടാലും തന്നെ ഓരോ ആഴ്ചയും പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമാണ്. പക്ഷെ ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെന്താണ്, ആ 10 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരത്തെ ചായ കുടിക്കാമെന്ന് ആലോചിച്ചാൽ ആ പിശുക്കുണ്ടെങ്കിൽ അത് മാനസികമായ വലിയ രോഗമാണ്. അത് ഇസ്ലാം കാണുന്ന ഏറ്റവും വലിയ രോഗമാണ്. ആ രോഗത്തിൽ നിന്ന് നമ്മുടെ മനസ്സുകൾ ആർക്ക് മുക്തമാക്കാൻ കഴിയുന്നുവോ, ആർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നുവോ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളായിട്ടുള്ള ആളുകൾ. അല്ലാഹുവിന്റെ അരികിൽ വിജയിക്കണമെങ്കിൽ ഇന്നാലിന്ന അടിമയെ നീ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, ഇന്നാലിന്ന അടിമയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം നീ കൊടുത്തിരുന്നുവെങ്കിൽ, ഇന്നാലിന്ന അടിമയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി നീ ഒരു കൈ സഹായം നൽകിയിരുന്നുവെങ്കിൽ, ഇന്നാലിന്ന അടിമയ്ക്ക് ദാഹിച്ചതിന് നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ അത് എന്റെ പക്കൽ കാണാമായിരുന്നു. നീ ചെയ്തില്ലല്ലോ. നീ എനിക്കാണ് തടഞ്ഞത്. റബ്ബുൽ ആലമീനായ തമ്പുരാൻ അതാണ് പറഞ്ഞത്, എനിക്കാണ് നീ തടഞ്ഞത്. ഞാൻ നിന്നെ ഏൽപ്പിച്ചതിൽ നിന്ന്, നിനക്ക് സാധിക്കുമായിരുന്നതിൽ നിന്ന്, നിനക്ക് കഴിയുമായിരുന്നതിൽ നിന്ന് നീ എനിക്കാണ് തടഞ്ഞത്. ആ തടഞ്ഞ നിനക്ക് ഇവിടെ ഞാനും തടയുന്നു എന്ന് പറയുന്ന ഒരു വിചാരണ നാളിലേക്ക് നമ്മൾ പോകണമോ വേണ്ടയോ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ചിന്തയും ശരിയായ ആലോചനയും കൃത്യമായി എടുക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന് ഏറ്റവും പൊരുത്തപ്പെട്ട നിലയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുവാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഒരുപാട് വീഴ്ചകൾ, ഒരുപാട് കുറവുകൾ, പോരായ്മകൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിന്റെ പല മേഖലകളിലും സംഭവിച്ചവരാണ്, സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ്. അള്ളാഹുവിന്റെ പരമമായ കാരുണ്യത്താലും അവന്റെ അങ്ങേയറ്റത്ത ഔദാര്യത്താലും അവൻ അതെല്ലാം നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മാത്രമല്ല, നമുക്ക് മുമ്പേ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള പിതാമഹന്മാരും പിതാമഹികളുമായിട്ടുള്ളവർക്ക് അല്ലാഹു തആല പൂർണ്ണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കുമാറാകട്ടെ. നമ്മുടെ പിന്നാലെ വരുന്ന തലമുറയാകുന്ന സന്താനങ്ങളിലും തലമുറയിലുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. തീർച്ചയായും നമ്മളെക്കാൾ സൂക്ഷ്മതയുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന തലമുറയായി അല്ലാഹു തആല നമ്മുടെ തലമുറയെ നിലനിർത്തി തരുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകളും അവരുടെ പ്രവർത്തനങ്ങളും വലിയൊരു ആശ്വാസമായും വലിയൊരു സമാധാനമായും വലിയൊരു മുതൽക്കൂട്ടായും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എല്ലാവർക്കും കൊണ്ടെത്തിച്ചു തരുമാറാകട്ടെ. ദുആഇനെ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, എല്ലാവർക്കും എല്ലാറ്റിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള ഒരു സുന്ദരമായ മഖ്റജ് അല്ലാഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരെയും പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിഷ്കളങ്കമായ നെയ്യത്തോടുകൂടി അവന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായി പ്രവർത്തിച്ച് മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭക്ഷണത്തിൽ ഒരിക്കലും ഹറാമ് കൂടി കലരാതെ സൂക്ഷ്മത പാലിക്കുന്നവരാകാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നൂബ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ
قاضي الحاجات اللهم اجرنا من النار اللهم ادخلنا الجنة يا رب العالمين تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين.